നമസ്കാരം. രാവിലെയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. യുദ്ധം അത് ഇറാൻ സമാധാനത്തിൽ തയ്യാറാണ്, യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അമേരിക്കയും സമാനമായി തന്നെ 3 ആഴ്ചയ്ക്കകം യുദ്ധം അവസാനിച്ചേക്കാം എന്നുള്ള രീതിയിൽ ട്രംപിൻ്റെ പ്രസ്താവന പുറത്തു വരുന്നു. പക്ഷേ അപ്പോഴും പല സ്ഥലങ്ങളിലും വ്യാപകമായ ആക്രമണം, ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളടക്കം നടക്കുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഇതിനൊപ്പമാണ് സിനിമാ ലോകത്തെ ഞെട്ടിച്ച സംവിധായകൻ രഞ്ജിത്തിൻ്റെ അറസ്റ്റ് ഇന്നലെ രാത്രി വൈകി ഉണ്ടായത്. രഞ്ജിത്ത് ഇപ്പോൾ ആശുപത്രിയിലാണ്, ചികിത്സയിലാണ്, ECGയിലടക്കം വേരിയേഷനുണ്ട്. ഏതായാലും യുവനടി നൽകിയ ലൈംഗിക അതിക്രമ കേസിലാണ് ഈ അറസ്റ്റ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. ആദ്യം തലക്കെട്ടുകളിലേക്ക്. ലൈംഗിക അതിക്രമ കേസിൽ അറസ്റ്റിലായ സംവിധായകൻ രഞ്ജിത്ത് കൊച്ചിയിലെ ആശുപത്രിയിൽ. രക്തസമ്മർദ്ദമുയർന്നു, ECGയിലും വ്യതിയാനം. അറസ്റ്റിലായത് ഇന്നലെ രാത്രി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ തൊഴുപുഴയിൽ വെച്ച്. യുവനടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി ആരോപണം നിഷേധിച്ച് രഞ്ജിത്ത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ സമാധാന ശ്രമങ്ങൾ. 3 ആഴ്ചയ്ക്കുള്ളിൽ ഇറാൻ വിടുമെന്ന് ട്രംപ്. അമേരിക്കൻ പ്രസിഡന്റ് ഉടൻ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്ന് വൈറ്റ് ഹൗസ്. സുരക്ഷയിൽ ഉറപ്പ് ലഭിക്കണമെന്ന് ഇറാൻ പ്രസിഡന്റ്. FCRA ബില്ലിൽ ലോക്സഭയിൽ ഇന്ന് ചർച്ച. ക്രൈസ്തവ സഭയുടെ കടുത്ത അതൃപ്തി തുടരുന്നു. ബില്ലിനെതിരെ പ്രതിഷേധിക്കാൻ MP-മാർ ഡൽഹിയിൽ. വിധി എഴുതാൻ ഇനി 8 നാൾ. പോരാട്ടച്ചൂട് കനത്തു. വോട്ടുറപ്പിക്കാൻ നേതാക്കൾ സജീവം. പ്രധാനമന്ത്രി ശനിയാഴ്ച വീണ്ടും കേരളത്തിലേക്ക്. പുതിയ സാമ്പത്തിക വർഷത്തിന് തുടക്കം. ആദായ നികുതി നിയമത്തിലടക്കം നിരവധി മാറ്റങ്ങൾ. സ്വർണ്ണപ്പണയ വായ്പാ നിയമത്തിലും മാറ്റം. രാജ്യത്ത് സെൻസസിനും ഇന്ന് തുടക്കം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ, ഇന്നലെ രാത്രിയിലാണ് ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിലായത്. തൊടുപുഴ വച്ചായിരുന്നു അറസ്റ്റ്. നേരത്തെ അറസ്റ്റ് വിവരമൊക്കെ അറിഞ്ഞതിനെ തുടർന്ന് കൊച്ചിയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ അറസ്റ്റ് സംഭവിച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും രഞ്ജിത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ രേഖപ്പെടുത്തിയ പശ്ചാത്തലമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ECGയിൽ വേരിയേഷനുണ്ട്. രക്തസമ്മർദ്ദം ഉയർന്ന പശ്ചാത്തലമുണ്ട്. അതിനെ തുടർന്നാണ് രാത്രിയോടെ വൈദ്യപരിശോധനയ്ക്ക് രഞ്ജിത്തിനെ എത്തിച്ചത് എന്നാണ് വിവരം. ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി എന്നാണ് മനസ്സിലാകുന്നത്. ഇടുക്കി SP ആണ് ഇന്നലെ അറസ്റ്റുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയത്. അതിനു മുമ്പ് പെൺകുട്ടിയുടെ ഈ പരാതി നൽകിയ പെൺകുട്ടിയുടെ രഹസ്യമൊഴി അടക്കം രേഖപ്പെടുത്തിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് കാരവാനിൽ വെച്ചാണ് തനിക്ക് നേരെ ആക്രമണം നടന്നത് എന്നാണ് നടി മൊഴി നൽകിയിരിക്കുന്നത്. രഞ്ജിത്ത് അതേസമയം ആരോപണങ്ങൾ നിഷേധിക്കുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. നവമി ദിനേശ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. നവമി, ഇതിപ്പോൾ രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആരോപണങ്ങൾ പുതിയതല്ല. നേരത്തെയും ലൈംഗിക അതിക്രമ കേസുകളിൽ പ്രതിയാണ്. പശ്ചിമ ബംഗാൾ സ്വദേശിയായ നടി നൽകിയ പരാതിയുണ്ട്. മറ്റൊരു ബാംഗ്ലൂർ സ്വദേശിയായ നടൻ ഒരാൾ നൽകിയ, ഒരു സംവിധായകൻ നൽകിയ പരാതിയുണ്ട്. ഇതിലൊന്നും കാര്യമായ നടപടിയിലേക്ക് പോയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇത് കുറച്ചുകൂടി ഗൗരവമുള്ള ഒന്നാണെന്ന് കരുതണം, അല്ലേ? രഞ്ജിത്ത്, തീർച്ചയായും കഴിഞ്ഞ 2 തവണ രഞ്ജിത്ത് രക്ഷപ്പെട്ടുവെങ്കിൽ ഇത്തവണ പോലീസ് രഞ്ജിത്തിനെ പിടിമുറുക്കി, രഞ്ജിത്തിനെതിരായിട്ടുള്ള പിടിമുറുക്കി പോലീസിന്റെ വലയിലായിരിക്കുകയാണ് രഞ്ജിത്ത്. ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടിയാണ് മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കാൻ കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നതിനിടയിലാണ് രഞ്ജിത്തിന് രക്തസമ്മർദ്ദം കൂടുകയും ഉടനെ തന്നെ ജനറൽ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. അല്പസമയം മുമ്പാണ് ജനറൽ ആശുപത്രിയിൽ നിന്നും എറണാകുളം നോർത്ത് വനിതാ പോലീസ് സ്റ്റേഷനിലേക്ക് രഞ്ജിത്തിനെ കൊണ്ടുപോയിരിക്കുന്നത്. ഇത്തവണ രഞ്ജിത്തിന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം തന്നെയായിരിക്കും. കാരണം ഈ ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെയാണ് യുവതി നൽകിയ രഹസ്യമൊഴിയിലടക്കം പറയുന്നത്. കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചതിനൊടുവിൽ തന്നെയാണ് പോലീസ് ഈ ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നതെന്നാണ് നമുക്ക് ഒടുവിലായി അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ രഞ്ജിത്ത് ഈ ആരോപണം നിഷേധിച്ചിരിക്കുകയാണ്. പോലീസ് ഇത്തരത്തിലൊരു പരാതിയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ രഞ്ജിത്ത് അതിനെ പൂർണ്ണമായും നിഷേധിക്കുകയാണ്. തനിക്ക് പരാതിയെക്കുറിച്ച് അറിയില്ല എന്നൊരു മറുപടിയാണ് രഞ്ജിത്തിന്റെ
പോലീസിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. പക്ഷേ ഇത് പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. രഞ്ജിത്തിന്റെ മൊഴി കൂടി രേഖപ്പെടുത്തിയതിനു ശേഷം, ചോദ്യം ചെയ്യലിന് ശേഷം ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനവും. ഇന്ന് പുലർച്ചെ 7 മണിയോളമാണ് രഞ്ജിത്ത് ജനറൽ ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം വിദഗ്ധ ചികിത്സയൊക്കെ വേണമെന്നായിരുന്നു ആദ്യം പോലീസ് വിചാരിച്ചിരുന്നത്. പക്ഷേ രക്തസമ്മർദ്ദം സാധാരണ നിലയിലാവുകയും ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ജനുവരി മാസത്തിലായിരുന്നു, അതായത് രഞ്ജിത്ത് ഒരു ലോ ആൻഡ് ഓർഡർ എന്നൊരു സിനിമ സംവിധാനം ചെയ്യുകയാണ്. അതിന്റെ ചിത്രീകരണം കോട്ടയത്തും ഫോർട്ട് കൊച്ചിയിലും ഒക്കെ ആയിട്ട് പുരോഗമിക്കുകയാണ്. ഈ ഫോർട്ട് കൊച്ചിയിൽ വെച്ച് ഈ നടി പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം നൽകാം, അല്ലെങ്കിൽ കൂടുതൽ പ്രാധാന്യമുള്ളൊരു കഥാപാത്രം നൽകാമെന്ന് ഈ നടിയോട് പറയുകയും കാരവാനിലേക്ക് രഞ്ജിത്ത് വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. കാരവാനിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം രഞ്ജിത്ത് കാരവാനിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷമാണ് രഞ്ജിത്ത് നടിയോട് വളരെ മോശമായി പെരുമാറുകയും ശരീരത്തിൽ കടന്നു പിടിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തത്. അതിനുശേഷമാണ് ഇതിനെ തുടർന്ന് കാരവാനിൽ നിന്നും ഇറങ്ങി ഓടിയ നടി സഹപ്രവർത്തകരോട് ഇക്കാര്യം പറഞ്ഞു. അതിനുശേഷം ഈ സെറ്റിലെ തന്നെ കംപ്ലൈന്റ് കമ്മിറ്റിയിലേക്ക് ഇക്കാര്യം പറയുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ അവർ ഈ ഒരു പരാതി, ഗുരുതരമായിട്ടുള്ള പരാതി ഒത്തുതീർപ്പാക്കാനുള്ള ഒരു നടപടിയിലേക്കായിരുന്നു പോലീസ് ആദ്യം കടന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ അത് ഒത്തുതീർപ്പിലേക്ക് ശ്രമിച്ചു. ഇതോടുകൂടിയാണ് നടിക്ക് നീതി കിട്ടില്ല എന്നുറപ്പായതോടുകൂടിയാണ് പോലീസിനെ സമീപിക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ മാസം 28-ാം തീയതിയാണ് നടി പോലീസിന് പരാതി നൽകിയത്. പോലീസ് പക്ഷെ അതീവ ഗൗരവമായി തന്നെയാണ് ഈ പരാതിയെ കണ്ടിരിക്കുന്നത്. വളരെ രഹസ്യമായി 2 ദിവസം മുമ്പ് യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. അതിനുശേഷം ഈ സംഭവം നടക്കുന്ന സമയത്ത് രഞ്ജിത്തിന്റെ ഫോണിന്റെ ടവർ ലൊക്കേഷൻ, യുവതിയുടെ ടവർ ലൊക്കേഷൻ, ഇതെല്ലാം തന്നെ കൃത്യമായി പോലീസ് ശേഖരിച്ചു. അതിനുശേഷമാണ് ഈ അറസ്റ്റിലേക്ക് കടന്നത്. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ, അതായത് ഇന്നലെ രാവിലെ മുതൽ തന്നെ പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു രഞ്ജിത്ത്. ഇത് മനസ്സിലാക്കിയ രഞ്ജിത്ത് വേഗം തന്നെ കടന്നു കളയാൻ ശ്രമിച്ചു. ശ്രമിക്കുന്നതിനിടെ കോട്ടയത്ത് നിന്നും തൊടുപുഴയിലേക്ക് വരുന്നതിനിടയിലാണ് പോലീസ് അതിനാടകീയമായി രഞ്ജിത്തിനെ പിടികൂടിയത്. രഞ്ജിത്തിനോടൊപ്പം മറ്റൊരു സഹപ്രവർത്തകനും ഉണ്ടായിരുന്നു. ശേഷം ഇവിടുന്ന് കൊച്ചിയിൽ നിന്നും സെൻട്രലിൽ നിന്നും പോലീസ് അങ്ങോട്ടേക്ക് പോവുകയും അവിടെ എത്തിയതിനു ശേഷമാണ് തൊടുപുഴയിൽ നിന്നും പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് വാങ്ങുകയും സെൻട്രൽ പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് വാങ്ങുകയും അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അതിനുശേഷം ഇവിടെ എത്തുമ്പോഴാണ് അതിനുശേഷമാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോലീസ് നേരത്തെ പറഞ്ഞ പോലെ രഞ്ജിത്തിന് നേരെ ഇത്തരം പരാതികൾ ഉണ്ടാകുന്നത് ആദ്യമായല്ല. അപ്പോഴൊക്കെ കാര്യമായ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. രഞ്ജിത്തിന്റെ അറസ്റ്റ് വൈകുന്നതിലൊക്കെ വലിയ പ്രതിഷേധം ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു പരാതി വരുന്നു. അതിനുശേഷം നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നു. അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോവുകയും മറ്റും ചെയ്യുന്നു. നമുക്കറിയാം, ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്തിരുന്ന ഒരു വ്യക്തി കൂടിയാണ് നടനും സംവിധായകനുമായ രഞ്ജിത്ത്. CPM കേന്ദ്രങ്ങളുമായൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു ഇടതുപക്ഷ അനുഭാവി കൂടിയാണ്. കോഴിക്കോട് അടക്കമുള്ള സീറ്റുകളിലൊക്കെ രഞ്ജിത്തിന്റെ പേര് പരിഗണിച്ച പശ്ചാത്തലമൊക്കെ നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കണം. ഇതിനിടയിലാണ് അപവാദമായി ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതും നിർണായകമാണ്. വളരെ ക്വിക്ക് ആക്ഷൻ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് വന്ന പ്രധാനപ്പെട്ട നടപടികളിൽ ഒന്ന്. ഇന്നലെ നവമി, നമ്മൾ ചില ചലച്ചിത്ര പ്രവർത്തകരെയൊക്കെ രഞ്ജിത്തിനൊപ്പം ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. തൊടുപുഴയിൽ നിന്ന് കൊച്ചിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു രഞ്ജിത്ത് എന്നാണ് മനസ്സിലാകുന്നത്. ചലച്ചിത്ര പ്രവർത്തകരൊക്കെ ആശുപത്രിയിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ എത്തുകയും പിന്തുണ അറിയിക്കുകയും മറ്റും ചെയ്യുന്നുണ്ടോ? ആരൊക്കെയാണ് ഇപ്പോൾ രഞ്ജിത്തിനൊപ്പം ഉള്ളത്? നവമി വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ തന്നെ ചലച്ചിത്ര പ്രവർത്തകർ ചിലരൊക്കെ തന്നെ രഞ്ജിത്തിനൊപ്പം ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം സിനിമാ മേഖലയെ ഞെട്ടിപ്പിച്ച ഒരു അറസ്റ്റായിരുന്നു. രണ്ട് കേസുകൾ ഇതിനു മുൻപ് സമാനമായി സംഭവിച്ചിട്ടുണ്ട്. അതും ലൈംഗിക ആരോപണങ്ങൾ തന്നെയായിരുന്നു. പക്ഷേ അതിലൊന്നും രഞ്ജിത്ത് കോടതിയിൽ ജാമ്യമെടുക്കുകയും മറ്റും ചെയ്ത് നിൽക്കുന്നൊരു പശ്ചാത്തലമുണ്ട്. ഇതിനിടയിലാണ് പുതിയ സിനിമയുടെ ചിത്രീകരണവും മറ്റും ആരംഭിച്ചത്. ഇന്നലെ മമ്മൂട്ടി അഭിനയിക്കുന്ന മറ്റൊരു സിനിമയിൽ അഭിനയിക്കുന്നുമുണ്ടായിരുന്നു രഞ്ജിത്ത്.
നടനായി അഭിനയിക്കുന്നുണ്ടായിരുന്നു. അതിന് ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നതാണ്. അതിനിടയിലാണ് ഇത്തരം നാടകീയമായ സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. നവമി, ഇപ്പോൾ രഞ്ജിത്തിനൊപ്പം മറ്റാരൊക്കെയാണ് ഉള്ളത്? ആശുപത്രിയിലും ഒപ്പം പോലീസ് സ്റ്റേഷനിലുമൊക്കെ ചലച്ചിത്ര പ്രവർത്തകരുടെ സാന്നിധ്യമുണ്ടോ? നവമി വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നവമി, ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ സഹപ്രവർത്തകരുടെ ഒരു പിന്തുണ രഞ്ജിത്തിന് ഈ ഘട്ടത്തിലുണ്ടോ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആരാണ് ഒപ്പമുള്ളത്? ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു, അതിനുശേഷമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് എന്നുള്ളതാണോ? രഞ്ജിത്ത്, ഇതിപ്പോൾ ഇന്നലെ രാത്രി ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് രഞ്ജിത്തിനെ ആശുപത്രിയിൽ എത്തി കാണുന്നതിന് വേണ്ടി 2 സഹപ്രവർത്തകരും ഉണ്ടായിരുന്നു. ഒന്ന് ബാദുഷയും ഉണ്ടായിരുന്നു, മറ്റേത് സിനുലാലും ഉണ്ടായിരുന്നു, സോൻ സിനുലാലും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ആശുപത്രിയിൽ എത്തി രഞ്ജിത്തിന് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തതിന്, മരുന്നടക്കമുള്ളവ വാങ്ങിക്കൊടുത്തതിന് ശേഷമാണ് അവിടെ നിന്നും മടങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായി. ഇന്ന് പുലർച്ചെയായിരുന്നു ഇവർ ആശുപത്രിയിൽ നിന്നും മടങ്ങിയത്. രഞ്ജിത്ത് എന്തായാലും ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ രഞ്ജിത്തിനെ ഇവിടേക്ക് കൊണ്ടുവന്നതിന് ശേഷം പോലീസ് ജീപ്പ് മറ്റൊരിടത്തേക്ക് പോയിട്ടുണ്ട്. അത് എവിടെയാണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. എന്തായാലും നമുക്ക് വരും മിനിറ്റുകളിൽ അതിൻ്റെ ഒരു വിശദാംശങ്ങൾ ലഭ്യമാകും. ഇവിടേക്ക് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ടൗൺ സ്റ്റേഷനിലേക്ക്, വനിതാ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുമെന്നായിരുന്നു ആദ്യം നിർദ്ദേശം നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമപ്രവർത്തകർ അടങ്ങുന്ന സംഘം ഇവിടെ എത്തി. പക്ഷേ ഇവിടേക്ക് വന്നതിന് ശേഷം രഞ്ജിത്തിനെ ഇവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അവിടെ എവിടെയാണെന്ന് ഇപ്പോഴും നമുക്ക് വ്യക്തമായി മറുപടി പോലീസിൽ നിന്നും ലഭിക്കുന്നതുമില്ല. എന്തായാലും രഞ്ജിത്തിനെ ആശുപത്രിയിൽ നിന്ന് അല്പസമയം മുൻപാണ് ആശുപത്രിയിൽ നിന്നും പുറത്തിറക്കിയത്. ആശുപത്രിയിൽ നിന്ന് ഇറക്കിയ ശേഷം സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമെന്നായിരുന്നു പറഞ്ഞത്. അതീവ രഹസ്യമായി തന്നെയാണ് പോലീസിന്റെ ഈ അന്വേഷണം തുടക്കം മുതൽ കടന്നത്. പ്രത്യേകിച്ച് ഈ ആക്രമിക്കപ്പെട്ട നടിക്ക് ഈ പോലീസിൽ അടുത്ത ബന്ധമുണ്ട്, അതായത് അടുത്ത ബന്ധു തന്നെ പോലീസിലുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും ഇത്രയും വേഗം പോലീസ് തിടുക്കപ്പെട്ടൊരു നടപടിയിലേക്ക്, അല്ലെങ്കിൽ രഞ്ജിത്തിന് രക്ഷപ്പെടാനുള്ളൊരു സാധ്യത ഒരുക്കി കൊടുക്കാതെ മുൻകൂർ ജാമ്യം, കാരണം നമ്മൾ രണ്ട് കേസിലും നമ്മൾ കണ്ടതാണ്. മുൻകൂർ ജാമ്യം കിട്ടുന്നതുവരെ രഞ്ജിത്തിനെതിരെ യാതൊരുവിധ നടപടിയും എടുക്കാതെ, ഒരു ചോദ്യം ചെയ്യലിന് പോലും വിളിപ്പിക്കാത്ത തരത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിരുന്നു. പക്ഷേ ഇത്തവണ അതിൽ നിന്നും വ്യത്യസ്തമായി തന്നെ പഴുതടച്ച ഒരു അന്വേഷണം, കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക, അതീവ രഹസ്യമായി യുവതി രഹസ്യമൊഴി അടക്കം രേഖപ്പെടുത്തുന്ന ഘട്ടത്തിലേക്കൊക്കെ പോയി പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു രഞ്ജിത്ത്. അതിനൊക്കെ ഏറ്റവും ഒടുവിലാണ് ഈ അറസ്റ്റിലേക്ക്, നാടകീയമായിട്ടുള്ള ഒരു അറസ്റ്റിലേക്ക് പോലും പോലീസ് എത്തപ്പെട്ടത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് എന്തായാലും രഞ്ജിത്തിന്റെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ തൊടുപുഴയിൽ വെച്ച് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇനി മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കുന്നതടക്കമുള്ള ഘട്ടങ്ങളിലേക്കാണ് അന്വേഷണ സംഘം നീങ്ങുന്നത്. അതോടൊപ്പം തന്നെ തെളിവെടുപ്പ് അടക്കമുള്ള സാഹചര്യങ്ങളിലേക്കും ഇനി വരും മണിക്കൂറിൽ നീങ്ങേണ്ടതുണ്ട്. നടിയുടെ ഗുരുതരമായിട്ടുള്ള പരാതി തന്നെയാണ്, അതായത് കാരവാനിലേക്ക് തന്നെ വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് ഈ കഥാപാത്രത്തിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാമെന്ന് പറഞ്ഞ് സംവിധായകൻ കാരവാനിലേക്ക് വിളിച്ചു വരുത്തി. ആ വിളിച്ചു വരുത്തിയതിനു ശേഷം അപമര്യാദയായി പെരുമാറി ലൈംഗിക അവയവം പുറത്തിട്ട് വരെ ഈ യുവതിക്ക് വളരെ മാനസികമായി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് രഞ്ജിത്തിന്റെ ഭാഗത്തു നിന്നുള്ളൊരു പെരുമാറ്റമുണ്ടായത്. താൻ ഭയന്നു പോയി എന്നാണ് നടി പറയുന്നത്. ഭയന്നു പോയതിനു ശേഷം കാരവാനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. കാരവാനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ യുവതി ഉള്ള സഹപ്രവർത്തകരോട്, ആ സമയത്ത് തന്നെയുള്ള സഹപ്രവർത്തകരോട് ഇക്കാര്യം പറയുന്നു. അതിനുശേഷം സ്വന്തം വാഹനത്തിൽ വീട്ടിലേക്ക് പോകുന്നു. മാതാപിതാക്കളോട് ഇക്കാര്യം പറയുന്നു. യുവതി 1 മാസത്തോളം കൗൺസിലിംഗ് നേടി എന്നാണ് പറയുന്നത്. അങ്ങനെ കൗൺസിലിംഗ് അടക്കം തേടേണ്ട ഒരു സാഹചര്യം യുവതിക്ക് രഞ്ജിത്തിൽ നിന്നുണ്ടായ ഈ ദുരനുഭവം വഴിവെച്ചു എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ 1 മാസത്തോളം യുവതി ഇത്തരത്തിൽ കൗൺസിലിംഗ് അടക്കം നേടിയതിനു ശേഷമാണ് പരാതി നൽകുവാൻ മുന്നോട്ട് വന്നത്. അതായത് ജനുവരി മാസത്തിൽ നടന്ന സംഭവം 28-ാം തീയതി പോലീസിന് പരാതി നൽകുന്നു. പോലീസ് അതീവ രഹസ്യമായി തന്നെ ഉദയപേരൂർ, സാധാരണ ഇത്തരത്തിൽ ഇപ്പോൾ സെൻട്രൽ സ്റ്റേഷനിലാണ് ഈ പരാതി ലഭിച്ചത്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കും അന്വേഷണ ചുമതലയുള്ളത്. പക്ഷേ ഇത്തവണ പോലീസ് അങ്ങനെയല്ല ചെയ്തത്. ഉദയപേരൂർ പോലീസിന് ഇതിന്റെ അന്വേഷണ ചുമതല നൽകുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അതീവ രഹസ്യമായി ഇത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയും അതിൽ രഞ്ജിത്തിന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ എവിടെയാണ്, രഞ്ജിത്ത് എവിടെയൊക്കെയാണ് പോകാൻ സാധ്യതയുള്ളത്, അതെല്ലാം കൃത്യമായി നിരീക്ഷിച്ച്
ഈ സിനിമാ സെറ്റിലുള്ള പലരോടും ഇത്തരത്തിലുള്ള കാര്യത്തെപ്പറ്റി അന്വേഷിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് തീർച്ചയായും അതാണ്. ഏതായാലും ഇപ്പോൾ രഞ്ജിത്തിനെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ട് മറ്റൊരു ജീപ്പിൽ പുറത്തേക്ക് കൊണ്ടുപോയി എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ അത് ഒരുപക്ഷെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനും അറസ്റ്റ് നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള നീക്കമായിരിക്കാം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുക എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെ രാത്രിയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു രഞ്ജിത്തിനെ. അതിനുശേഷം ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്നായിരുന്നു അത്. അതിനുശേഷം ഇന്ന് രാവിലെയോടുകൂടി തിരികെ നമുക്ക് മനസ്സിലാക്കേണ്ടത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. അതിനുശേഷം പുറത്തേക്ക് കൊണ്ടുപോയി 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടതുണ്ട്. മറ്റ് പ്രൊസീജിയേഴ്സോ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. മെഡിക്കൽ പരിശോധനയ്ക്കുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഇതിൻ്റെയൊക്കെ നടപടിക്രമങ്ങൾ സങ്കീർണമായ ഇത്തരം നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനുള്ള തിരക്കിലാണ് പോലീസ്. ചെറിയൊരു മീനല്ല, സംവിധായകനാണ്, നടനാണ്, സർക്കാരുമായൊക്കെ അടുത്ത ബന്ധമുള്ള ആളാണ്. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കണം. പരാതിയുടെ ജെനുവിനിറ്റി അത് പരിശോധിക്കേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. നോർത്ത് വനിതാ സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോയി എന്നാണ് നവമി റിപ്പോർട്ട് ചെയ്യുന്നത്. പോലീസ് ക്യാമ്പിൽ രഞ്ജിത്തിനെ എത്തിക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് ഡോക്ടർമാർ അറിയിച്ച പശ്ചാത്തലം പ്രധാനപ്പെട്ട ഒന്നാണ്. പോലീസ് ക്യാമ്പിൽ എത്തിച്ച് ചോദ്യം ചെയ്യുക എന്നതടക്കമുള്ള കാര്യങ്ങൾ, മറ്റ് തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനുള്ള നീക്കമാണോ എന്ന കാര്യത്തിലും നമുക്കിപ്പോൾ മുന്നോട്ട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടി വരും എന്നുള്ളതാണ്. പോലീസ് ക്യാമ്പിലേക്കാണ് രഞ്ജിത്തിനെ കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്ത് വരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അവിടെ ആണ് ചോദ്യം ചെയ്യലും മറ്റും നടക്കുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും രഞ്ജിത്ത് അറസ്റ്റിലായിരിക്കുന്നു. പ്രധാനപ്പെട്ട ഒരു അറസ്റ്റായി അത് മാറുന്നു. മലയാള സിനിമയിലെ പ്രമുഖനാണ്. മാക്ടയുടെയൊക്കെ വളരെ പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്ന ഒരാൾ കൂടിയാണ്. സംവിധായകനാണ്, നടനാണ്. നേരത്തെ ഇത്തരം നിരവധി കേസുകളിൽ പ്രതിയാണ്, ആരോപണ വിധേയനാണ്, ജാമ്യത്തിലും മറ്റുമുള്ള ആളാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇതിത്ത് കുറച്ചുകൂടി ഗൗരവമുള്ള യുവനടി പരാതി നൽകുന്ന പശ്ചാത്തലമുണ്ട്. നമുക്കറിയാം ഇതിനു മുൻപ് നിരവധി പരാതികളുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വീകരിച്ച അലംഭാവമൊക്കെ വലിയ ചർച്ചയായ പശ്ചാത്തലമൊക്കെയുണ്ട്. ഇതിനിടയിലാണ് രഞ്ജിത്തിനെ പോലെയുള്ള ഒരു സംവിധായകനെതിരെ പരാതി ഉണ്ടാവുകയും അത് അറസ്റ്റിലേക്ക് കടക്കുകയും മറ്റും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. നവമി ഇപ്പോൾ ഒരുപക്ഷെ മജിസ്ട്രേറ്റിന് മുന്നിലേക്കോ പോലീസ് ക്യാമ്പിലേക്കോ മറ്റോ കൊണ്ടുപോയതായിരിക്കാം അല്ലേ? അത്തരം വിവരങ്ങളാണോ ലഭിക്കുന്നത്? രഞ്ജിത്ത്, അങ്ങനെ തന്നെ അനുമാനിക്കേണ്ടി വരുന്നു. കാരണം ഇവിടെ സ്റ്റേഷനിലേക്ക് എത്തിച്ചു എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്നാണ് കൊണ്ടുപോയത്. അത് എവിടെയാണ് കൊണ്ടുപോയതെന്ന് ഇപ്പോഴും നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുന്നില്ല. ചിലപ്പോൾ മജിസ്ട്രേറ്റ് മുന്നിലായിരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ പോലീസ് ക്യാമ്പിലേക്ക് തന്നെയായിരിക്കും രഞ്ജിത്തിനെ കൊണ്ടുപോയത്. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർ ആശുപത്രിയിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഈ ഇവിടേക്ക് വനിതാ പോലീസ് സ്റ്റേഷനിലേക്ക്, അതായത് നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമപ്രവർത്തകർ ഇവിടെ വന്നത്. പക്ഷേ എവിടെയാണ് രഞ്ജിത്തിനെ കൊണ്ടുപോയതെന്ന് അറിയാൻ സാധിക്കുന്നില്ല. എന്തായാലും നമുക്ക് ഉടനെ തന്നെ അതിനെ കൂടുതൽ വ്യക്തത കൈവരാൻ കഴിയും. കഴിഞ്ഞ 2 പരാതികൾ, അതായത് ഹേമ കമ്മിറ്റി ഉണ്ടാക്കിയ കോളിളക്കം അത് എത്രമാത്രമാണെന്ന് നമുക്കറിയാം രഞ്ജിത്ത്. പ്രത്യേകിച്ച് ഈ സിനിമാ മേഖലയിലെ സിനിമാ നടന്മാർക്കെതിരെ, സിനിമയിലെ പ്രവർത്തിക്കുന്നവർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ലൈംഗിക ആരോപണ പരാതികൾ ഉയർന്നിരുന്നു. പക്ഷെ അന്നൊന്നും പോലീസ് യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ല, തിടുക്കപ്പെട്ടൊരു നടപടിയും സ്വീകരിച്ചില്ല. നമുക്കറിയാം ബാലചന്ദ്ര മേനോനെതിരായിട്ടുള്ള പരാതി, രഞ്ജിത്തിനെതിരെ തന്നെ 2 പരാതികൾ വരുന്നു, മുകേഷിനെതിരെ നിരവധി പരാതികൾ, അങ്ങനെ ജയസൂര്യക്കെതിരെ പരാതികൾ. ഇതിലൊന്നും പോലീസ് ഇവർക്ക് സിദ്ദിഖിനെതിരായിട്ടുള്ള പരാതി, സിദ്ദിഖിന് എത്ര ദിവസമാണ് ഒളിവിൽ കഴിയാൻ പോലീസ് സഹായിച്ചത്, അങ്ങനെ പോലീസിന്റെ ഭാഗത്ത് നിന്നും ഇതിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ള വിമർശനം പ്രതിപക്ഷമടക്കം വലിയ രീതിയിൽ ഉയർത്തിക്കാട്ടുന്നു. അതിജീവിതകൾ ഇത് തുറന്നു പറയാൻ തയ്യാറായി, അല്ലെങ്കിൽ ഇവർ ഇത് പരാതിയുമായി പോലീസിന്റെ മുന്നിൽ എത്തിയിട്ട് പോലും അവർക്ക് നീതി ലഭിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് പോയി. അതിനിടയിലാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നതിലേക്കൊക്കെ പോലീസ് അല്ലെങ്കിൽ സർക്കാർ എത്തുന്ന ഒരു രീതിയിലേക്ക് വന്നത്. അപ്പോഴൊക്കെ ഇത്തരത്തിൽ ആരോപണ വിധേയരായവർക്ക് എതിരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ പോലും പോലീസ് ഒരു അറസ്റ്റിലേക്ക് ഇതുവരേക്കും കടന്നിട്ടുണ്ടായില്ല. പക്ഷേ ഈ കേസിലേക്ക് വരുമ്പോൾ, രഞ്ജിത്തിനെതിരായിട്ടുള്ള 3ാമത്തെ കേസിലേക്ക് വന്നപ്പോൾ പോലീസ് യാതൊരുവിധ പഴുതും നൽകാതെ രക്ഷപ്പെടാൻ, രഞ്ജിത്തിന് മുൻകൂർ ജാമ്യാപേക്ഷ നൽകുവാനോ അല്ലെങ്കിൽ ഒളിവിൽ പോകുവാനുള്ള യാതൊരുവിധ സഹായങ്ങളും ചെയ്യാതെ അല്ലെങ്കിൽ നടപടികളും ചെയ്യാതെ വേഗം തന്നെ പോലീസ് രഞ്ജിത്തിനെ ലൊക്കേറ്റ് ചെയ്തു. രഞ്ജിത്ത് എവിടെയാണെന്ന് കണ്ടെത്തി പോലീസ്
പോലീസിന്റെ വലയിൽ രഞ്ജിത്തിനെ ആക്കിയതിനു ശേഷമാണ് അറസ്റ്റിലേക്ക് കടന്നത്. ഇത് വിവരം മനസ്സിലാക്കിയ രഞ്ജിത്ത്, അതായത് തനിക്കെതിരെ ഇങ്ങനെ ഒരു പരാതിയുണ്ട്, പോലീസ് അറസ്റ്റിലേക്ക് കടക്കുകയാണെന്ന് മനസ്സിലാക്കിയ രഞ്ജിത്ത് കോട്ടയത്ത് നിന്നും തൊടുപുഴ വഴി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് തൊടുപുഴയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. രാത്രിയോടുകൂടി തന്നെ കൊച്ചി പോലീസിന്, ടൗൺ പോലീസിന്, വനിതാ പോലീസിന് രഞ്ജിത്തിനെ കൈമാറുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ആശുപത്രിയിലേക്ക് എത്തുന്നതിന് മുൻപാണ് രഞ്ജിത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും രക്തസമ്മർദ്ദം അമിതമായി ഉയരുകയും ചെയ്തത്. ഉടനെ തന്നെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന ഘട്ടത്തിലേക്ക് വരുന്നു. അതിനുശേഷം ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിലോ അല്ലെങ്കിൽ ചിലപ്പോൾ പോലീസ് ക്യാമ്പിലേക്കോ അതാണ് സാഹചര്യം. ഏതായാലും നവമി അവിടെ പോലീസ് സ്റ്റേഷന് മുന്നിലുണ്ട്. രഞ്ജിത്ത് ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനോ എയർ ക്യാമ്പിലേക്കോ മറ്റോ കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഏതായാലും സിനിമാ മേഖലയിലെ ഞെട്ടിച്ച ഒരു അറസ്റ്റിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. വിവാഹത്തിനിടെ FCRI നിയമ ഭേദഗതി ബില്ലിൽ ഇന്ന് ലോക്സഭയിൽ ചർച്ച. കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MP-മാർ സഭയിൽ കടുത്ത പ്രതിഷേധം നടത്തിയേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. തെരഞ്ഞെടുപ്പിനിടെ BJPക്ക് മേൽ കടുത്ത പ്രതിസന്ധിയായി നിയമ ഭേദഗതി നീക്കത്തിൽ കേന്ദ്രം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ബില്ല് ആർക്കും എതിരല്ലെന്നും വിദേശ ഫണ്ടുകൾ ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള ലളിത നടപടിയാണെന്നുമാണ് കേന്ദ്രത്തിൻ്റെ വാദം. അത് ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾ പൂർണ്ണമായും തള്ളുകയായിരുന്നു. അതേസമയം FCRI വിവാദം മുൻനിർത്തി കേരളത്തിൽ കടുത്ത നീക്കങ്ങൾക്കൊരുങ്ങുകയാണ് LDFും UDFും. TV സൈത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. സൈത്ത്, ഇപ്പോൾ പെട്ടെന്നാണ് ഈ BJPക്ക് ഇരട്ടടിയായി ഈ സംഭവം, ഈ ബില്ല് വരികയും മറ്റും ചെയ്യുന്ന പശ്ചാത്തലമുള്ളത്. പക്ഷേ അതിൽ ചില വിശദീകരണങ്ങൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും BJP നേതാക്കളുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ബിൽ സഭയിൽ വരുമ്പോൾ കേന്ദ്രത്തിലേക്ക് MP-മാർ മുഴുവൻ പോവുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണരംഗം വിട്ട്. അപ്പോൾ എത്രത്തോളം ഗൗരവമായി അതിനെ കോൺഗ്രസ് കാണുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. രഞ്ജിത്ത്, സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ കൂടിയാണ് ഈ ഒരു വിഷയം ഉയർന്നു വരുന്നത് എന്നതുകൂടിയാണ് ഇതിൻ്റെ സാഹചര്യം. BJP യഥാർത്ഥത്തിൽ ദേശീയ തലത്തിൽ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നത്. കേരളമടക്കമുള്ള മറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും ബാധകമാവുന്ന ഒരു പ്രതിസന്ധിയായി കൂടി ഇത് മാറുകയാണ്. FCRA നിയമ ഭേദഗതി യഥാർത്ഥത്തിൽ ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യം തന്നെ എടുത്തു കളയുന്നതാണ്. ആ സ്ഥാപനങ്ങളുടെ തന്നെ ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാരിന് സ്വാതന്ത്ര്യം നൽകുന്ന, നിയമപരമായ അനുമതി നൽകുന്ന ഭേദഗതിയായി ഇത് മാറുന്നു എന്നതാണ് സഭാ നേതൃത്വങ്ങൾ ഉന്നയിക്കുന്ന ആശങ്ക. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കിയ കാര്യം ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തിയ ശേഷം പാർലമെന്റിൽ കൊണ്ടുവന്നു എന്നതാണ്. പക്ഷേ ഇത് പൂർണ്ണമായും അവർ നിഷേധിക്കുകയാണ്. കാരണം അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല. അങ്ങനെ ഒരു പ്രാഥമികമായ ബന്ധപ്പെട്ടവരുമായി ഒരു ആശയവിനിമയം നടക്കാതെ ഇതെങ്ങനെ പാർലമെന്റിലെത്തി എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. കേരളത്തിൽ ഇത് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പുതിയൊരു തലത്തിൽ കൂടി മാറുന്നു എന്നതാണ് സാഹചര്യം. ഇന്നലെ ഈ ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾ, മാധ്യമങ്ങളെ കണ്ട സഭാ നേതൃത്വങ്ങൾ കേരളത്തിലെ MP-മാർ ശക്തമായ പ്രതിഷേധം സഭയിൽ ഉന്നയിക്കണമെന്നാവശ്യപ്പെട്ടിരുന്നു. ഇന്ന് നടക്കാൻ പോകുന്നത് സഭയിൽ ഇത് ചർച്ചയ്ക്കെടുക്കും, ലോക്സഭയിൽ ചർച്ചയ്ക്കെടുക്കും. ലോക്സഭയിൽ ചർച്ചയ്ക്ക് കൊണ്ടുവന്ന് പിന്നീട് രാജ്യസഭയിൽ വന്ന് ഈ മാസം തന്നെ ഇത് ബില്ല് നിയമമാക്കി മാറ്റാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിട്ടത്. പക്ഷേ ഇപ്പോഴത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇനി പിന്നോട്ട് പോകുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. ചുരുങ്ങിയ പക്ഷം ഇത് നീട്ടിവെക്കാനെങ്കിലും കേന്ദ്ര സർക്കാർ തയ്യാറാവാനുള്ള സാധ്യത ചെറുതല്ല. എന്തായാലും ഇന്ന് ലോക്സഭയിൽ ഇത് സംബന്ധിച്ചൊരു പ്രതിഫലനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പ്രധാനമന്ത്രിക്ക് ഈ FCRA നിയമ ഭേദഗതി പിൻവലിക്കണം, അതിൽ നിന്നും പിന്നോട്ട് പോകണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്തയച്ചിട്ടുമുണ്ട്. കാരണം കേരളത്തിൽ ഇത് ക്രൈസ്തവ സഭകളെയൊക്കെ വലിയ രീതിയിൽ സ്വാധീനിക്കപ്പെടുന്ന ഒരു വിഷയമായതിനാൽ തന്നെ വളരെ കരുതൽ തന്നെയാണ് ഇടതു വലതു നേതൃത്വങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായി മാറുകയും ചെയ്യും. കേരളത്തിൽ നിന്നുള്ള MP-മാർ, പ്രത്യേകിച്ച് കോൺഗ്രസ് MP-മാർ ഇന്ന് ലോക്സഭയിൽ കടുത്ത പ്രതിഷേധങ്ങൾ സ്വീകരിക്കാനും സാധ്യതയുണ്ട്. അത്തരം നീക്കത്തിലേക്ക് അവരൊരുങ്ങുകയും ചെയ്യുമാണ്. എന്തായാലും നിർണായകമാവുന്ന ഒരു കാര്യം, കേന്ദ്ര സർക്കാർ തൽക്കാലത്തേക്കെങ്കിലും നിയമ ഭേദഗതിയിൽ നിന്നും പിന്നോട്ട് പോകുമോ എന്ന കാര്യമാണ്. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ നഷ്ടം മറികടക്കാനുള്ള നീക്കം സംസ്ഥാനത്തെ BJP നേതൃത്വം ഇക്കാര്യങ്ങൾ കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ നീക്കങ്ങളൊക്കെ വളരെ നിർണായകമാണ്. അതാണ് FCRA തെരഞ്ഞെടുപ്പ് രംഗത്ത് പുതിയ ഒരു ചർച്ചയായി മാറുന്ന പശ്ചാത്തലമൊരുങ്ങുകയാണ്. യുദ്ധം നിർത്താൻ സന്നദ്ധമെന്ന് ഇറാൻ. സുരക്ഷയിൽ ഉറപ്പ് ലഭിക്കണമെന്ന് ഇറാൻ പ്രസിഡന്റ് ആവശ്യപ്പെടുന്നു. യുദ്ധം 3 ആഴ്ചയ്ക്കുള്ളിൽ അവസാനിപ്പിക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രതികരണവും ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ട്രംപിന്റെ വാക്കുകളിലേക്ക്. What is the plan to bring them back down? All I have to do is leave Iran, and we'll be doing that very soon. And they'll become tumbling down
and stock prices were up today almost to a record because they know two things. Number one, we have a safe country. We had to take a little detour because we had a madman named Khomeini who sadly is no longer with us. And we had regime change already. We've knocked out one regime, then we knocked out the second regime. Now we have a group of people that are very different. They're much more reasonable, I think much less radicalized. We've had regime change. We're dealing with people that are much more rational, that people pour in and destroy our country. So I have many powers, but I would say that within 2 weeks, maybe 3, we're hitting them very hard. Last night we knocked out tremendous amounts of missile-making facilities, as you probably read or wrote. We knocked out... Excuse me? Pardon me for interrupting. The U.S. will be gone or done with the war in 2 I think or 3 with weeks? 2 or 3 weeks. Not 3 weeks. If it is We'll 3 leave. weeks. And it's very ട്രംപിന്റെ clearly- പ്രതികരണമാണ് കേട്ടത്. യുദ്ധം അവസാനിക്കുമെന്നാണ്, 3 ആഴ്ചയ്ക്കുള്ളിൽ അവസാനിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. ഒപ്പം ഇറാനും യുദ്ധം അവസാനിപ്പിക്കാൻ ഏതാണ്ട് തയ്യാറെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ അത്തരം ചില പ്രസ്താവനകൾ ഇതുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ യൂണിയനുമായി മറ്റും നടത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. വി ആർ കാർത്തിക് വിവരങ്ങളുമായി ചേരും. കാർത്തിക്, ഇതിപ്പോൾ പലതവണയായി പറയുന്നുണ്ട് യുദ്ധം ഉടൻ അവസാനിപ്പിക്കും എന്നുള്ളത്. പക്ഷേ അപ്പോഴും ആക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലമുണ്ട്. ഇറാൻ തന്നെ സമ്മതിച്ചു യുദ്ധവിരാമത്തിന് എന്നുള്ള വിവരമല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടത്? രഞ്ജിത്ത്, 1 മാസത്തോളമായി നീണ്ടു നിൽക്കുന്ന യുദ്ധം അത് അവസാനിക്കാൻ വഴിയൊരുങ്ങുന്നു എന്ന വ്യക്തമായ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ട്രംപിന്റെ പ്രതികരണം തന്നെയാണ് അതിൽ നിർണായകം. 3 ആഴ്ചയ്ക്കുള്ളിൽ US സൈന്യം ഇറാൻ വിടും എന്നാണ് ട്രംപിന്റെ പ്രതികരണം. ഒരു ഡീൽ ഇറാനുമായി ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും US സൈന്യം ഇറാൻ വിടും എന്ന് ട്രംപ് വ്യക്തമാക്കുന്നു. അതായത് ഈ യുദ്ധത്തിൽ നിന്ന് US വളരെ വൈകാതെ തന്നെ പിൻവാങ്ങുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ് ട്രംപിൻ്റെ പ്രതികരണത്തിൽ ഉള്ളത്. സ്വാഭാവികമായും ഒരു ഡീൽ ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും പിന്മാറും എന്ന് ട്രംപ് വ്യക്തമാക്കുമ്പോൾ അത് പല കാര്യങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നു. പെട്ടെന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടയായ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ആഗോള ഊർജ്ജ മേഖലയിൽ ഉണ്ടായ പ്രതിസന്ധി. 2, US-നുള്ളിൽ തന്നെ ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ട്രംപിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ US-ലെ 50 സ്റ്റേറ്റുകളിലും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. നോ കിങ്സ് പ്രൊട്ടസ്റ്റ് അങ്ങനെ ഒരു മുദ്രാവാക്യവുമായാണ് അമേരിക്കയിൽ ഉടനീളമുള്ള ഈ പ്രതിഷേധം. ആ പ്രതിഷേധം കൂടി കണക്കിലെടുത്താകണം ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു തീരുമാനം. എന്തായാലും രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാന്റെ ഭാഗത്തു നിന്നും ഈ പ്രതികരണത്തോട് അനുകൂലമായ ഒരു സമീപനം ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ആദ്യഘട്ടം മുതൽ തന്നെ പലതരത്തിലുള്ള ചർച്ചകൾക്ക്, നയതന്ത്ര ചർച്ചകൾക്ക് സാധ്യത ആരാഞ്ഞെങ്കിലും ഇറാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നില്ല. കാരണം ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടു. അവരുടെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ അലി ലാരിജാനി അടക്കമുള്ള അവരുടെ ഉന്നത നേതൃശ്രേണിയിലെ പലരും കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഈ പശ്ചാത്തലത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്നാണ് ഇറാൻ എല്ലാ ഘട്ടങ്ങളിലും വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റിനോട് ഫോണിൽ സംസാരിക്കവേ ഇറാൻ പ്രസിഡന്റ് ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഇച്ഛാശക്തി ഇറാന് ഉണ്ട്, ഇറാന് അതിൽ സന്നദ്ധമാണ് എന്ന തരത്തിൽ പെസഷ്കിയാൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പങ്കുവച്ചിരിക്കുന്നു. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. കാരണം ഈ യുദ്ധം, ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ ഇനി ആവർത്തിക്കില്ല എന്ന ഉറപ്പ് വേണം. അതോടൊപ്പം തന്നെ ഇറാനുള്ള സുരക്ഷാ ഗ്യാരണ്ടികളിൽ വ്യക്തമായ ഉറപ്പ് വേണം എന്നൊരു ആവശ്യമാണ് ഇറാൻ പ്രസിഡന്റ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യം ഒരുങ്ങിയത്, ഒരു വശത്ത് കൂടുതൽ സൈന്യത്തെ കരയുദ്ധത്തിന് അമേരിക്ക മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു. USS ട്രിപ്പോളി അവിടെ എത്തി 2500 മറൈനുകളെ അവിടേക്ക് അയക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നു. അതോടൊപ്പം തന്നെ 6000-ലധികം സെയിലർമാരെ വരും ദിവസങ്ങളിലും US മിഡിൽ ഈസ്റ്റിലേക്ക് അവരുടെ യുദ്ധത്തിനായി ചുമതലപ്പെടുത്തുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു. അതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയുമാണ്. അതായത് ഒരു വശത്ത് യുദ്ധം ശക്തമായി തുടരും എന്ന സന്ദേശം നൽകുമ്പോഴും മറുവശത്ത് നയതന്ത്ര ഇടപെടലുകൾ സജീവമായിരുന്നു. ചൈനയുടെയും പാകിസ്ഥാന്റെയും ഇടപെടലുകൾ ഒരുപക്ഷെ നിർണായകമായി എന്ന് ഈ ഘട്ടത്തിൽ പറയണം. കാരണം അവരൊരു 5 നിർദ്ദേശങ്ങൾ തയ്യാറാക്കുകയാണ്. ഈ നിർദ്ദേശങ്ങൾ അടക്കം ചർച്ച ചെയ്ത് തീരുമാനിച്ച് ഇറാനെയും US-നെയും നേരിട്ടുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കുക. അതാണ് ഇപ്പോൾ ചൈനയും പാകിസ്ഥാനും ലക്ഷ്യമിടുന്നത്. അത്തരത്തിൽ ചില മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ മധ്യസ്ഥ ശ്രമങ്ങൾ, പ്രത്യേകിച്ച് തുർക്കി അടക്കമുള്ള രാജ്യങ്ങളുടെ മധ്യസ്ഥ ശ്രമങ്ങൾ ഒരു വശത്ത് സജീവമായി തുടരുകയാണ്. ആ ശ്രമങ്ങൾ വിജയിച്ചാൽ ഒരു പക്ഷേ നയതന്ത്ര ചർച്ചകൾക്ക് വഴിയൊരുങ്ങും. അതായത് നേരിട്ടുള്ള നയതന്ത്ര ചർച്ചകൾക്ക് വഴിയൊരുങ്ങും. US-ഉം ഇറാൻ പ്രതിനിധികളും നേരിട്ട് ചർച്ച നടത്തിയാൽ
ചില പരിഹാര ഫോർമുലകൾ തെളിയും എന്ന റിപ്പോർട്ടുകൾ പല കോണുകളിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാകും എന്ന് കണ്ടറിയണം. എന്തായാലും അല്പം മുമ്പ് മാർക്കോ റൂബിയോ ഫോക്സ് ന്യൂസിനടക്കം നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് ഈ യുദ്ധം 3 ആഴ്ചയ്ക്കുള്ളിൽ അവസാനിക്കും. സ്വാഭാവികമായും അത്തരത്തിൽ ഉള്ള നേരിട്ടുള്ള ചർച്ചകൾക്ക് വഴിയൊരുങ്ങുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. പക്ഷേ അപ്പോഴും US-നെ ഇത്തരത്തിൽ ഒരു പിന്മാറ്റത്തിന് വഴിവെച്ചത് നാറ്റോയുടെ പിന്തുണ അടക്കം ഈ യുദ്ധത്തിന് ലഭിച്ചില്ല US-ന് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. റൂബിയോ ഒരു പ്രതികരണം കൂടി നടത്തുന്നുണ്ട്. അതായത് ഈ യുദ്ധം അവസാനിപ്പിച്ചാലും യുദ്ധത്തിന് ശേഷം നാറ്റോ സഖ്യരാജ്യങ്ങളുമായുള്ള സഹകരണത്തിൽ അതിലൊരു പുനർവിചിന്തനം ഉണ്ടാകണം, അതിലൊരു പുനർവിചിന്തനം ആവശ്യമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നു. സ്വാഭാവികമായും ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ യുദ്ധത്തിൽ നിന്ന് US പിൻവാങ്ങുന്നത് എന്ന് വ്യക്തമാണ്. അതായത് ഇറാനിലെ ഭരണമാറ്റം US-ന്റെ ലക്ഷ്യമായിരുന്നില്ല എന്നാണ് ട്രംപിൻ്റെ പ്രതികരണം. അതായത് നേരത്തെ ഉണ്ടായിരുന്ന പ്രതികരണങ്ങളിൽ നിന്ന് ട്രംപ് മലക്കമറിയുന്നു. നാറ്റോ രാജ്യങ്ങളുടെ പിന്തുണ ഈ യുദ്ധത്തിന് ലഭിച്ചില്ല. US-നുള്ളിൽ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നു. മാത്രമല്ല ആഗോള ഊർജ്ജ മേഖലയിൽ നേരിടുന്ന പ്രതിസന്ധി, ഇങ്ങനെ പല കാരണങ്ങളാലാണ് ഇത്തരത്തിൽ പിന്മാറാനുള്ള നീക്കങ്ങളിലേക്ക് US കടക്കുന്നത്. ചർച്ചകൾക്ക് വഴിയൊരുങ്ങുന്നു. യുദ്ധം 3 ആഴ്ചയ്ക്കുള്ളിൽ അവസാനിക്കാനുള്ള സാധ്യതകളും തെളിയുന്നു. തീർച്ചയായും അതാണ് സാഹചര്യം. യുദ്ധം അവസാനിച്ചേക്കാം. ആശ്വാസകരമായ അങ്ങനെ ഒരു വാർത്തയും വരുന്നുണ്ട് പശ്ചിമേഷ്യയിൽ നിന്ന്. കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾ, തെരഞ്ഞെടുപ്പ് വാർത്തകളുണ്ട് ഇടവേളയ്ക്ക് ശേഷം. കളിക്കളം റെഡി. കേരളം എന്ന വലിയ കോട്ടിൽ ഇനി പോരാട്ടം മുറുകുന്നു. 140 മണ്ഡലങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്ന പോരാട്ടം. നെറ്റിന് അപ്പുറവും ഇപ്പുറവും അതികായന്മാർ. കേരളം വിധിയെഴുതുന്ന മഹാപോരാട്ടം. തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ വേഗമേറിയ കളം. കാണുക ദ ഇലക്ഷൻ ചാനൽ. വാർത്തകൾ നമ്മളെ തേടി വരും. വേഗവും സമയവും ചിലപ്പോൾ വ്യത്യാസപ്പെട്ടേക്കാം. ഫ്ലാഷ് ന്യൂസുകളും ബ്രേക്കിംഗ് ന്യൂസുകളും പുറം കാഴ്ചകളായി ഓടിമറയും. കാഴ്ചകൾ വിശാലമായിരിക്കണം. ഒരു വശം മാത്രമല്ല, എല്ലാ വശവും നമ്മളിലേക്ക് എത്തണം. ന്യൂസ് ട്രെൻഡ്സ് വസ്തുതാപരമായ വിശകലനങ്ങളോടെ വാർത്തയുടെ വിശാലമായ കാഴ്ചയിലേക്ക്. Today the world changes at every fraction of a second. തീരുമാനങ്ങൾ, സംഭവങ്ങൾ, അതിവേഗ മാറ്റങ്ങൾ, പ്രതിസന്ധികൾ, ഉയർന്ന ശബ്ദങ്ങൾ. In a world moving this fast, staying still is not an option. Just ഒരു half an hour ലോകം ചുറ്റാൻ പറ്റും.
കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 8 നാൾ മാത്രമാണ്. ഏറ്റവും കുറഞ്ഞ പ്രചാരണ കാലയളവായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന് എന്ന് നമുക്കറിയാം. പ്രചാരണം ഫൈനൽ ലാപ്പിലേക്ക് കടക്കുകയാണ്. LDFും UDFും നാളെ പ്രകടന പത്രിക പുറത്തിറക്കും. വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, ഇന്നലെയാണ് BJPയുടെ പ്രകടന പത്രിക പുറത്തു വന്നത്. അതിലും വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. എയിംസ് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. സ്ത്രീകൾക്ക് റീചാർജിങ് കാർഡുകളുണ്ട്, മരുന്നും മറ്റും വാങ്ങാനായി. അതിനപ്പുറത്തുള്ള പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കണം. എന്താണ് ഏറ്റവും ഒടുവിലത്തെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം? ഇനി 8 നാൾ മാത്രമാണ് ബാക്കി കേരളം പോളിംഗ് ബൂത്തുകളിലേക്ക് എത്താൻ. അതിൻ്റെ ആവേശത്തിലേക്ക്, വേനൽ ചൂടിനൊപ്പം തെരഞ്ഞെടുപ്പ് ചൂടും അതിൻ്റെ പാരമ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ഒരാഴ്ച എല്ലാ പ്രധാനപ്പെട്ട മുന്നണികളെ സംബന്ധിച്ചും നിർണായകമായ ആഴ്ചയാണ്. ദേശീയ നേതാക്കളടക്കം ഓരോ മുന്നണികൾക്ക് വേണ്ടിയും പ്രചാരണത്തിനെത്തുന്ന സാഹചര്യമുണ്ട്. ഇന്ന് UDFിന് വേണ്ടി തിരുവനന്തപുരത്ത് നേമത്തും അതോടൊപ്പം അരുവിക്കരയിലും അടക്കം രേവന്ത് റെഡ്ഡി, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് പര്യടനം. റോഡ് ഷോയായി അദ്ദേഹം പുത്തൻപള്ളിയിൽ നിന്ന് മുട്ടത്തറ വരെ രാവിലെ 8:30 എത്തും. അതോടൊപ്പം തന്നെയാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് NDA സ്ഥാനാർത്ഥിക്ക് വോട്ട് നേടിക്കൊണ്ട് വൈകുന്നേരം 5 മണിക്ക് നെടുമങ്ങാട് എത്തുന്നത്. ഇങ്ങനെ ദേശീയ നേതാക്കൾ കളം നിറയുകയാണ്. 4-ാം തീയതി വീണ്ടും പ്രധാനമന്ത്രി എത്തുന്ന ഒരു സാഹചര്യം. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സംസ്ഥാനത്ത് പലയിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ സജീവമായി തന്നെ പങ്കാളികളാകുന്നുമുണ്ട്. പ്രിയങ്ക ഗാന്ധി അടക്കം വരുന്ന ദിവസങ്ങളിൽ കേരളത്തിലേക്ക് എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ പ്രചാരണം അതിൻ്റെ അവസാന ലാപ്പിലേക്ക് കൊട്ടിക്കയറുകയാണ്. വലിയ പ്രതീക്ഷയിലാണ് മുന്നണികൾ. കഴിഞ്ഞ ദിവസം NDAയുടെ പ്രകടന പത്രിക പുറത്തു വന്നിരിക്കുന്നു. ഇനി ശേഷിക്കുന്നത് കോൺഗ്രസിൻ്റെയും അതോടൊപ്പം UDFിൻ്റെയും LDFിൻ്റെയും പ്രകടന പത്രികകളാണ്. ജനക്ഷേമ പദ്ധതികൾ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രകടന പത്രികകളാകും ഇരു മുന്നണികളും പുറത്തിറക്കുകയെന്ന് ഉറപ്പാണ്. കോൺഗ്രസ് 5 പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ തിരുവനന്തപുരത്ത് വെച്ച് പുതുയുഗ യാത്രയുടെ സമാപന വേളയിൽ രാഹുൽ ഗാന്ധി തന്നെയാണ് പ്രഖ്യാപിച്ചത്. ആരോഗ്യമേഖലയും സ്ത്രീകളെയും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട്, അതോടൊപ്പം ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അടക്കം ഈ പ്രകടന പത്രികയിൽ പ്രധാനപ്പെട്ട പദ്ധതികളായി ഇടം പിടിക്കുമെന്ന് അദ്ദേഹം തന്നെ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്രയടക്കമുള്ള കാര്യങ്ങൾ, അത് വലിയ തരത്തിൽ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്ത സാഹചര്യമാണ്. അതിനപ്പുറത്തേക്ക് ഏതൊക്കെ ക്ഷേമ പദ്ധതികളായിരിക്കും UDF അധികാരത്തിലെത്തിയാൽ ഈ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നായിരുന്നു ഇപ്പോൾ ഈ പ്രകടന പത്രികയിൽ. അതായത് പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് എന്ന് നേരത്തെ തന്നെ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അതിനെ വെട്ടുന്ന ഏത് തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ LDFിൻ്റെ പ്രകടന പത്രികയിൽ ഇടം പിടിക്കുമെന്നാണ് അറിയാനുള്ളത്. ഇനി കാത്തിരിക്കാം ഒരു ദിവസം കൂടി എന്തൊക്കെ മോഹന വാഗ്ദാനങ്ങളുമായാണ് മുന്നണികൾ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള അവസാനവട്ട ശ്രമം നടത്തുന്നതെന്നറിയാൻ വലിയ പ്രതീക്ഷയിലാണ് ഓരോ മുന്നണികളും. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് തലസ്ഥാനത്തടക്കം എല്ലാ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലും നടക്കുന്നത്. തീർച്ചയായും അതാണ് സാഹചര്യം. NDA തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ശനിയാഴ്ച തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ഉണ്ടാകും. കിള്ളിപ്പാലം മുതൽ കരമന വരെയുള്ള 1.5 കിലോമീറ്റർ ദൂരമാണ് റോഡ് ഷോ. തിരുവല്ലയിൽ പൊതുപരിപാടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. തിരുവല്ല, ആറന്മുള, ചെങ്ങന്നൂർ അടക്കം സമീപത്തെ പ്രധാന 10 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ തിരുവല്ലയിലെ പൊതുപരിപാടിയിൽ പങ്കെടുക്കും. ഒരാഴ്ചക്കിടെ ഇത് 2ാം തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിൽ പ്രചാരണത്തിന് എത്തുക. മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇന്ന് ആലപ്പുഴ ജില്ലയിലാണ്. രാവിലെ 10 മണിക്ക് ഹരിപ്പാട്ട് അദ്ദേഹം മാധ്യമങ്ങളെ കാണും. കായംകുളത്തും അമ്പലപ്പുഴയിലും കുട്ടനാട്ടിലും അരൂരിലും പൊതുയോഗങ്ങളിലും മുഖ്യമന്ത്രി സംസാരിക്കും. ശരണ്യ സ്നേഹജൻ ചേരും. ശരണ്യ, ആലപ്പുഴയിലെ CPMന്റെ അവസാന വാക്കായിരുന്ന G സുധാകരൻ പാർട്ടി വിട്ട പശ്ചാത്തലത്തിൽ, UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് പിണറായി വിജയന്റെ സന്ദർശനം, അവിടെയുള്ള പ്രസംഗം. പ്രതീക്ഷിക്കണം നമ്മൾ ചിലതൊക്കെ, അല്ലേ? തീർച്ചയായിട്ടും G സുധാകരൻ പാർട്ടി വിട്ടതുൾപ്പെടെയുള്ള വിഷയങ്ങൾ, ഒപ്പം തന്നെ അതിനകത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ സുധാകരൻ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ, ഇതിനൊക്കെ രാഷ്ട്രീയമായി തന്നെ ഇന്ന് മുഖ്യമന്ത്രി മറുപടി പറയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ 10 മണിയോടുകൂടി ഹരിപ്പാട് മാധ്യമങ്ങളെ കാണും. അതിനുശേഷം ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ പരിപാടി ഉള്ളത് കായംകുളത്താണ്. കായംകുളത്തും 3 മണിയോടുകൂടിയാണ് വൈകിട്ട് അമ്പലപ്പുഴയിലെ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും അമ്പലപ്പുഴയിൽ തന്നെ അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്
ചോദിക്കുന്നതിൽ രാഷ്ട്രീയമായി സുധാകരനുള്ള മറുപടി ഉണ്ടാകുമെന്നുള്ളതാണ്. കാരണം അമ്പലപ്പുഴയിലെ തിരഞ്ഞെടുപ്പ് വിജയിച്ചില്ലെങ്കിൽ അത് സംസ്ഥാനത്ത് തന്നെ ഭരണം കിട്ടിയാലും അമ്പലപ്പുഴയിൽ വിജയിച്ചില്ലെങ്കിൽ അത് പരാജയപ്പെടുന്നതിന് തുല്യമാണ് എന്ന് എം.വി. ഗോവിന്ദൻ അടക്കം കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത്ര പ്രാധാന്യത്തോടു കൂടിയാണ് CPM ഈ അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. പക്ഷേ അവിടെ കാര്യങ്ങൾ അത്ര എളുപ്പത്തിലല്ല എന്നുള്ളതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടം അല്ലെങ്കിൽ പ്രചാരണത്തിന്റെ ഒരു ഘട്ടം പൂർത്തിയാകുമ്പോൾ മനസ്സിലാകുന്നത്. അതുകൊണ്ട് പരമാവധി വോട്ടർമാരെ പിടിച്ചു നിർത്തുക, ഒപ്പം തന്നെ ജി സുധാകരനോട് താല്പര്യപ്പെട്ട് അടിയൊഴുക്കുണ്ടാവാൻ പോകുന്ന വോട്ടുകൾ എങ്ങനെ തടയിടുക, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അമ്പലപ്പുഴയിൽ എന്താകും മുഖ്യമന്ത്രി പറയാൻ പോകുന്നത് എന്നുള്ളതാണ് ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ കൃഷ്ണപിള്ള സ്മാരകം അടക്കമുള്ള വിഷയങ്ങൾ ജി സുധാകരൻ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ CPM-നെ പിടിച്ചു കുലുക്കിയ ആരോപണങ്ങളാണ്. സജി ചെറിയാനെതിരെ അദ്ദേഹം തുടർച്ചയായി ഇപ്പോൾ, കാരണം ജില്ലയിലെ പാർട്ടിയെ ഇപ്പോൾ നയിക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ സജി ചെറിയാനാണ്. സജി ചെറിയാനും ജില്ലാ സെക്രട്ടറി R. നാസറിനുമെതിരെ അതിശക്തമായ വിമർശനങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് CPM-നെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങളാണ്. കാരണം CPM-നുമായി ഏറ്റവും അടുത്ത, CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡറായിരുന്നു ജി സുധാകരൻ. അതുകൊണ്ട് തന്നെ ജി സുധാകരൻ ഉന്നയിക്കുന്ന ഓരോ കാര്യങ്ങളും പല രീതിയിൽ CPM-നെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഇതിനൊക്കെ രാഷ്ട്രീയമായി മറുപടി പറയുമോ എന്ന് വേണം നോക്കിയിരുന്ന് കാണാൻ. തീർച്ചയായും അതാണ് കാത്തിരുന്ന് കാണേണ്ടത്, എന്തായിരിക്കും മുഖ്യമന്ത്രിയുടെ മറുപടി എന്നുള്ളത്. അസമിലും പശ്ചിമബംഗാളിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ കേരളത്തിൽ നിന്നുള്ള അതിഥി തൊഴിലാളികൾ മടങ്ങുകയാണ്. SIR ആശങ്ക കൂടി നിലനിൽക്കുന്നതിനാൽ ഭൂരിഭാഗം പേരും വോട്ട് രേഖപ്പെടുത്താൻ ഒരുങ്ങുന്നു. ഇതോടെ നിർമ്മാണ മേഖലയിലടക്കം വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചൂട് മാത്രമല്ല, പശ്ചിമ ബംഗാളിലെയും അസമിലെയും തെരഞ്ഞെടുപ്പ് കാര്യമായി തന്നെ കേരളത്തെയും ബാധിച്ചു. എങ്ങനെയെന്നല്ലേ, കേരളത്തിലേക്ക് എത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളിൽ ഭൂരിഭാഗം പേരും അസമിലും പശ്ചിമ ബംഗാളിലുമുള്ളവരാണ്. ഇലക്ഷനോടനുബന്ധിച്ച് ഇവരെല്ലാം വോട്ട് ചെയ്യാനായി സ്വന്തം നാട്ടിലേക്ക് പോയി. പണി കിട്ടിയതോ നമ്മൾ മലയാളികൾക്ക്. നമ്മുടെ നിർമ്മാണ പ്രവർത്തികളെല്ലാം പാതി വഴിയിൽ മുടങ്ങിയിരിക്കുകയാണ്. ഈ പ്ലൈവുഡ് ഫാക്ടറി അടക്കം അടച്ചിടുന്നൊരു അവസ്ഥയിലേക്ക് കൂടിയാണ് ഇവർ സ്വന്തം നാട്ടിലേക്ക് പോയപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഏകദേശം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ്, അവരുടെ പെരുന്നാളും കഴിഞ്ഞ്, അവരുടെ ഉത്സവങ്ങളും കഴിഞ്ഞ് ഏകദേശം 1.5 മാസം കഴിഞ്ഞ് ഇവർ തിരിച്ച് നാട്ടിലേക്ക് എത്തൂ എന്നാണ് ഇവിടെയുള്ള മുതലാളിമാർ പറയുന്നത്. അത് ചെറിയ രീതിയിലല്ലാതെ തന്നെ ഈ മേഖലയെ വലിയതായിട്ട് പ്രതിസന്ധി ബാധിച്ചിരിക്കുകയാണ്. इलेक्शन के लिए हम लोग गांव जा रहा है. हमारा असम बंगाल का आदमी सभी लोग जा रहा है इलेक्शन के लिए, नहीं तो हम लोग को मुश्किल है, इसीलिए जाना पड़ा. हम लोग 1-2 सप्ताह के लिए इलेक्शन खत्म होगा फिर वापस आएंगे. हम लोग घर में जाता है, गांव जाएगा, वोट में देगा, फिर आएगा. ओके, कितने दिन के जा रहे हैं? इधर ही है. 2 हफ्ता के लिए. हाँ, मैं उड़ीसा का आदमी असम में रहता है. मेरा जो भाई बहन रहता है केरला में, वो लोग को सब अच्छा है, वो इलेक्शन में जाना चाहिए. യുദ്ധം സാരമായി തന്നെ ഈ പ്ലൈവുഡ് ഫാക്ടറികളെ ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പുറത്തുനിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും സാധനം എത്തുന്നതിൽ വലിയ താമസമുണ്ടായി. അതോടൊപ്പം തന്നെ ഈ ഗ്യാസിന്റെ പ്രതിസന്ധി, അതിനു പുറമെയാണ് ഈ തിരഞ്ഞെടുപ്പിനെ തുടർന്ന് ഇവർ നാട്ടിലേക്ക് പോകുമ്പോൾ ഈ കടകൾ, പ്ലൈവുഡ് ഫാക്ടറി അടക്കം 1 മാസം 1.5 മാസത്തോളം അടച്ചിടുന്ന അവസ്ഥയിൽ വലിയ പ്രതിസന്ധി ഉണ്ടെന്ന് തന്നെയാണ് ഈ പ്ലൈവുഡ് ഫാക്ടറി ഉടമസ്ഥരും വ്യക്തമാക്കുന്നത്. എന്റെ ഈ സ്ഥാപനത്തിൽ ഇന്ന് വർക്കില്ല, കാരണം തൊഴിലാളികളില്ല. അപ്പോൾ ഇവർ പറയണത് നമ്മൾ ഇലക്ഷന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇലക്ഷൻ കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് തന്നെ തിരികെ എത്തും എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. ആസാമിലെ വലിയൊരു ആഘോഷമാണ് ബിഹു. അവരത് കഴിയാതെ വരില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു അറിവ്. ഇലക്ഷനായിട്ട് എല്ലാവരും പോവാണ്. ലാസ്റ്റ് അടുത്ത ഞായറാഴ്ചയോടുകൂടി എല്ലാവരും പോകും. എന്റെ കമ്പനി പാലക്കാട് ചെറുപ്പശ്ശേരിയാണ്. എന്റെ കമ്പനിയിൽ നിന്ന് എല്ലാവരും പോയി. ഇപ്പൊ ആസാമും പോവും. ബംഗാൾ ഇലക്ഷൻ അടുത്ത ഈ മാസം അവസാനമാണ്. അതോടുകൂടി എല്ലാവരും പോവുകയാണ്. നാട്ടിൽ പ്ലൈവുഡ് മേഖല ഏകദേശം സ്തംഭനാവസ്ഥയാണ്. പിന്നെ കെട്ടിട നിർമ്മാണം, അങ്ങനെയുള്ള പല മേഖലകളും പ്രശ്നത്തിലാണ്. എല്ലാം ഇതാണ്. SIR-ന്റെ ആശങ്ക കൂടി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അസമിലെയും പശ്ചിമ ബംഗാളിലെയും തിരഞ്ഞെടുപ്പിന് ഇവർ നിർബന്ധപൂർവ്വം പോകുന്നതും. ക്യാമറാമാൻ KP ദിനേശിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. കടന്നപ്പള്ളി കണ്ണൂർ കോട്ട കാക്കബോ പിഴക്കമറന്ന K. സുധാകരന്റെ കരുത്ത് TO മോഹനന്റെ മണ്ഡലത്തിലെ അമരത്ത് എത്തിക്കുമോ?
സി രഘുനാഥ് എന്ന കണ്ണൂരുകാരനിലൂടെ BJP മാനം കാക്കുമോ? പോരാട്ട ചൂട് നിറഞ്ഞ കണ്ണൂരിൽ ജനം ചോദിക്കുന്ന ചോദ്യങ്ങൾ പലതാണ്. പതിവ് ശൈലിയിൽ ഖദർ വേഷധാരിയായി നിറചിരിയോടെയാണ് കടന്നപ്പള്ളി കണ്ണൂരിലെ ഓരോ മേഖലകളിലും എത്തുന്നത്. ആളുകളെല്ലാം ചിരപരിചിതർ. വോട്ട് ചോദ്യമില്ല, പരിചയം പുതുക്കൽ മാത്രം. കഴിഞ്ഞ 2 തവണ ജയിച്ചപ്പോഴും 2000-ൽ താഴെ മാത്രമായിരുന്നു ഭൂരിപക്ഷമെങ്കിലും LDF വിശ്വസിച്ചേൽപ്പിച്ച കോട്ട കാക്കുമെന്ന് തന്നെയാണ് ഉത്തമ വിശ്വാസം. ഇടതുപക്ഷ ജനാധിപത്യം ജയിക്കാത്തതായിരുന്നു കണ്ണൂർ. ബഹുമാനപ്പെട്ട പിണറായി സഖാവ് പറഞ്ഞു പാർട്ടി സെക്രട്ടറിയാണ് കടന്നപ്പള്ളി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൈകൊണ്ട് സഖാവ് പറഞ്ഞാൽ എവിടെയായാലും മത്സരിക്കാം. അങ്ങനെയാണ് 46 വർഷത്തിന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയായി ഞാൻ ജയിക്കുന്നത്. കണ്ണൂരിൽ അതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യം മാറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ആസ്ഥാന കേന്ദ്രമാക്കി മാറ്റാൻ കഴിഞ്ഞു തെരഞ്ഞെടുപ്പിലൂടെ എന്നതാണ് ഒരു രാഷ്ട്രീയ മാറ്റത്തിന്റെ ഭാഗമായിട്ടുള്ളത്. പിണക്കം മറന്ന് സജീവമായ സുധാകരനിലാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. സുധാകരന്റെ അടുപ്പക്കാരൻ എന്ന ലേബലിനൊപ്പം നഗരസഭാ ചെയർമാൻ ആയിരുന്നതിന്റെ കരുത്തും TO മോഹനൊപ്പമുണ്ട്. ആരും അപരിചിതരല്ല. പ്രസംഗിച്ചും പറഞ്ഞും അങ്ങനെ രംഗമുഷാറാക്കുന്നു. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ജനങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കുന്ന പോലുള്ള ഒരു അനുഭവമാണ്. നോമിനേഷൻ കൊടുത്ത് അവരുടെ മുമ്പിലേക്ക് പോകുമ്പോൾ ഇതാ നമ്മുടെ ആൾ എത്തിയിരിക്കുന്നു എന്നൊരു പ്രതീതി അവിടെയൊക്കെ പെരുമാറ്റത്തിലുണ്ട്, അവിടെ കമൻറ്റിലുണ്ട്. വളരെ സന്തോഷകരമായ പ്രതികരണമാണ്. അത് ഏറ്റവും കൂടുതൽ ആവേശം നൽകുന്നതും ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം തോന്നിക്കുന്നതുമായ പ്രതികരണമാണ് ഇതുവരെ അനുഭവപ്പെട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണ്ണൂർ മണ്ഡലത്തിലെ 1,00,000 വോട്ട് നേട്ടവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ മുന്നേറ്റവും കരുത്താകുമെന്ന പ്രതീക്ഷയിലാണ് BJP. ചിരപരിചിതനായ സി രഘുനാഥ് മണ്ഡലത്തിൽ നിറസാന്നിധ്യം. ശബരിമല വിഷയം പറയുന്നില്ല എന്ന ആരോപണമുള്ളപ്പോഴും വികസനമാണ്, മാറ്റമാണ് ലക്ഷ്യമെന്ന് രഘുനാഥ് പറയുന്നു. കണ്ണൂരിൽ കുറേയും കൂടെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള സ്ഥലമാണ്. മറ്റു വികസന വിഷയങ്ങളുണ്ട്. കണ്ണൂർ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് 2 സ്ഥാനാർത്ഥികളും നേരത്തെ ഇവിടെ ഉള്ളവരും ഭരണരംഗത്തുള്ളവരും അവരുടേതായ കെടുകാര്യസ്ഥത, അവരുടേതായ അഴിമതികളൊക്കെ കണ്ണൂരിലെ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. 2 പേരും അധികാരത്തിന്റെ ഭാഗമായി നിന്നവരാണ്. കണ്ണൂർ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഒരു പുച്ഛത്തോടു കൂടി സംസാരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് മാറ്റാൻ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിനനുസരിച്ച രീതിയിലുള്ള പ്രവർത്തനമുണ്ട്. വിജയത്തിൽ കുറഞ്ഞതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കോൺഗ്രസിനോടും വേണമെങ്കിൽ തോളോട് തോൾ ചേരാവുന്ന മണ്ഡലം. കടന്നപ്പള്ളിയെ പലപ്പോഴും കാത്ത മണ്ഡലം. കണ്ണൂരിന്റെ രാഷ്ട്രീയ കരുത്ത് പലതാണ്. സുമേഷ് മൊറാഴയ്ക്കൊപ്പം രഞ്ജിത്ത് രാമേന്ദ്രൻ, ന്യൂസ് 18. PK ശശിക്ക് ഒറ്റപ്പാലത്ത് വോട്ട് ചെയ്യുന്ന ഇടതുപക്ഷക്കാരേക്കാൾ PK ശശി കാരണം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന UDFകാരാകും മണ്ഡലത്തിൽ ഭൂരിപക്ഷമെന്ന് ഒറ്റപ്പാലത്തെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പ്രേംകുമാർ. 50% അധികം വോട്ടുകൾ നേടി ഒറ്റപ്പാലത്ത് LDF തുടരുമെന്നും പ്രേംകുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. ഒറ്റപ്പാലത്തെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് K പ്രേംകുമാറാണ് നമ്മോടൊപ്പം ചേരുന്നത്. പ്രേമേട്ട, ആദ്യം തന്നെ വ്യത്യസ്തമായി തോന്നിയത് നോട്ട് ബുക്കുകൾ സ്വീകരിച്ചുകൊണ്ടുള്ളൊരു അത് വേറിട്ടൊന്നാണ്. എന്താണ് അത് പറഞ്ഞു തുടങ്ങുന്നത്? അതെ, നമ്മൾ അങ്ങനെ ചെയ്യാൻ കാരണം നമ്മളൊരു ദിവസം രാത്രി സ്വീകരണ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ 100 കണക്കിന് റിബൺ, മാല, ഷാളെല്ലാമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പലയിടത്തും നേരത്തെ നമുക്ക് മൊമെൻറ്റോസും ലഭിച്ചിരുന്നു. അതും വീട്ടിൽ സൂക്ഷിക്കാൻ കഴിയാത്ത വിധം പ്രയാസം അനുഭവിക്കുകയാണ്. ഒരു 3 കൊല്ലമൊക്കെ കഴിഞ്ഞാൽ പലതും പതുക്കെ നശിക്കാനും തുടങ്ങും. ഇപ്പോൾ നമ്മൾ സ്ഥാനാർത്ഥി സ്വീകരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇങ്ങനെ റിബണുകളെല്ലാം ലഭിക്കുമ്പോൾ അതിന് പകരം അപൂർവം ചിലർ നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾക്ക് പഠനോപകരണങ്ങളൊക്കെ വാങ്ങി നൽകാൻ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ അവരെ സഹായിക്കാൻ കഴിയുന്ന നിലയിൽ പഠനോപകരണങ്ങൾ നൽകിയാൽ മതി എന്ന് നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒറ്റപ്പാലം മണ്ഡലത്തിലെ നേതാക്കളോട് നമ്മളൊരു അഭ്യർത്ഥന നടത്തി. അത് അവർ സ്വീകരിക്കുകയും താഴെ തട്ടിലേക്ക് അതിൻ്റെ വിവരങ്ങൾ കൈമാറുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മുടെ മണ്ഡലത്തിൽ നോട്ട് പുസ്തകങ്ങളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് മറ്റ് ജിയോമെട്രി ബോക്സ് ഉണ്ട്, വിവിധങ്ങളായിട്ടുള്ള പഠനോപകരണങ്ങൾ, നമുക്ക് പെന്നുകളുണ്ട്, പെൻസിലുണ്ട്, അതെല്ലാം നമുക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ അത് നമുക്ക് സ്കൂൾ തുറക്കുന്നതിന് മുമ്പായി അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് കൊടുക്കുകയും ചെയ്യാം. നല്ലൊരു നീക്കണം. ഇനി തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ എന്താണ് ഒറ്റപ്പാലത്ത് ഇത്തവണത്തെ പ്രതീക്ഷകളും സാഹചര്യങ്ങളൊക്കെ? ഒറ്റപ്പാലത്ത് നമുക്കറിയാം 2021 LDFനെ ചേർത്ത് പിടിച്ച മണ്ഡലമാണ്. ഈ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് നല്ല മേൽക്കൈ കൃത്യമായി അടയാളപ്പെടുത്തിയ മണ്ഡലമാണ്. ഒട്ടും അഹങ്കാരത്തോടെയല്ല നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ യോജിച്ച് പ്രവർത്തിച്ച് ഇടതുപക്ഷത്തിന് അഭിമാനകരമായ വിജയം സാധ്യമാക്കുമെന്ന് ഉറപ്പുവരുത്തിയ ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാ പ്രദേശത്തും ഇടതുപക്ഷത്തെ സ്വീകരിക്കാൻ സർക്കാരിൻ്റെ ജനക്ഷേമ നടപടികളുടെ തുടർച്ചയിൽ ആളുകൾ ഒത്തുചേരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറെക്കാലം കൂടെ ഉണ്ടായിരുന്ന ഒപ്പം ഉണ്ടായിരുന്ന സഖാവ് PK ശശിയാണ്. ഇപ്പോൾ സഖാവല്ല, അദ്ദേഹം മറുവശത്താണല്ലോ. അദ്ദേഹമാണ് UDFന്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ ചോർത്തുമെന്നോ പാർട്ടിക്ക് ഒരു തലവേദന ഉണ്ടാക്കുമെന്നോ കരുതുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ?
ഞാൻ പറയുന്നത് LDF UDF തമ്മിലുള്ള മത്സരമാണല്ലോ. സ്വാഭാവികമായിട്ടും വളരെ കുറച്ച് പേർ, ഞാൻ എണ്ണമൊന്നും പറയുന്നില്ലെങ്കിലും ഇടതുപക്ഷത്ത് നേരത്തെ ഉണ്ടായിരുന്ന ചിലർ അദ്ദേഹത്തോടൊപ്പം പോയിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം അപ്പുറത്ത് എത്രയോ പേർ ഇടതുപക്ഷത്തേക്ക് ഇദ്ദേഹം സ്ഥാനാർത്ഥിയായതിൻ്റെ ഭാഗമായി ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന് പറഞ്ഞു വരികയും ചെയ്തിട്ടുണ്ട്. ഇടതുപക്ഷം എന്ന് പറയുന്ന നിലപാടിനാണ്, ആ നിലപാടിന് നമ്മുടെ നാട്ടിൽ ഒരു സ്വീകാര്യതയും അംഗീകാരവും ഉണ്ട് എന്നതാണ് കാണുന്നത്. അതിനൊരു പ്രയാസം ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. ഒറ്റപ്പാലത്ത് വിജയപ്രതീക്ഷയിലാണ് LDF ഉള്ളത്. മറ്റൊരു വാർത്തയിലേക്ക്, പ്രചാരണ രംഗത്തുടനീളം സ്ഥാനാർത്ഥിയില്ലെങ്കിലും CPMന്റെ ഷുവർ ബെറ്റാണ് ധർമ്മടം. മുഖ്യമന്ത്രി സാക്ഷാൽ പിണറായി വിജയന്റെ ഭൂരിപക്ഷം ഉയർത്താൻ പാർട്ടി പണിപ്പെടുന്ന മണ്ഡലം. തിരക്കുകൾക്കിടയിലും സ്ഥാനാർത്ഥി എത്താത്തത് മൂലം മണ്ഡലത്തിന്റെ മുക്കും മൂലയിലും പ്രചാരണം എത്തിക്കാനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് അണികളും നേതാക്കളും. സാങ്കേതിക വിദ്യ പോലും സാക്ഷ്യം പറയുന്ന സത്യത്തിന്റെ രാഷ്ട്രീയമാണ് ഇടതുപക്ഷം. വികസന നേട്ടങ്ങൾ നിങ്ങളുടെ വീട്ടുപടിക്കലെത്തുന്നു. ലൈഫ് മിഷനിലൂടെ 5 ലക്ഷം കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ മേൽക്കൂര. കെയർഫോണിലൂടെ സാധാരണക്കാരന്റെ വീട്ടിലും അതിവേഗ ഇന്റർനെറ്റ്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും ഹൈടെക് ക്ലാസ് മുറികളും വഴി നമ്മുടെ തെരഞ്ഞെടുപ്പ് കാലത്ത് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ഉണ്ടാവുക 2-3 ദിവസം. എങ്കിലും CPMന് ഷുവർ ബെറ്റാണ് ധർമ്മടം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭൂരിപക്ഷം ഉയർത്താൻ വേണ്ടി മാത്രം മത്സരിക്കുന്ന മണ്ഡലം. പിണറായിയുടെ അസാന്നിധ്യമൊന്നും ഇവിടുത്തെ CPM നേതാക്കൾക്കും അണികൾക്കും പ്രശ്നമല്ല. മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന ഓരോ വീടുകളിലും പ്രവർത്തകർ എത്തിച്ചു കഴിഞ്ഞു. പിണറായി സർക്കാരിന്റെ വികസനവും ധർമ്മടത്ത് MLA എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങളും എടുത്തുകാട്ടുന്നു. MLAൻ്റെ ഒരു കുറവ് യഥാർത്ഥത്തിൽ ഫീൽ ചെയ്തിട്ടില്ല. ഞങ്ങളൊക്കെ കരുതിയത് അങ്ങനെയാണ്. മുഖ്യമന്ത്രി ആകുമ്പോൾ മണ്ഡലത്തിൽ വരാൻ പറ്റില്ല, മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കാൻ പറ്റില്ല എന്നൊക്കെയായിരുന്നു നമുക്കെല്ലാം ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ സമയം കണ്ടെത്തി മുഖ്യമന്ത്രി നമ്മുടെ മണ്ഡലത്തിൽ വരുന്നുണ്ട്. അത് വികസന പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ മാത്രമല്ല, മണ്ഡലത്തിൽ വരുമ്പോൾ നിശ്ചിത സമയം MLAയുടെ ഓഫീസിലിരുന്ന് പിന്നെ ആവശ്യക്കാർക്ക് നിവേദനം കൊടുക്കാനും പരാതികൾ പറയാനൊക്കെ ഉണ്ടെങ്കിൽ അത് ജില്ല വിട്ടും ജില്ലക്ക് പുറത്തും സംസ്ഥാന നാനാഭാഗത്തു നിന്നും ഈ വീട്ടിൽ വരുന്ന സമയത്ത് ആളുകൾ വരാറുണ്ട്. ആർക്കും ഒരു ആക്ഷേപമില്ല. ചിലപ്പോൾ നമ്മൾ സമയം വെച്ചുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇന്ന ദിവസം ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഗവൺമെൻറ് സെൻറ്ററിൽ MLA ഓഫീസിലുണ്ടാകും എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് ആളുകൾ പല ജില്ലകളിൽ നിന്നും വരുന്നുണ്ട്. അപ്പം മുഖ്യമന്ത്രി കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നത് അത് പൊള്ളയായ ഒരു വാദം മാത്രമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ സമയം ഈ മുഖ്യമന്ത്രി നമ്മുടെ മണ്ഡലത്തിൽ പ്രതിനിധീകരിച്ചിട്ടുണ്ട്, പ്രതിദാനം ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലും വികസനം തന്നെയാണ് പ്രധാന പ്രചാരണ ആയുധം. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വികസന സംവാദ സംഗമങ്ങളുമായി മണ്ഡലത്തിൽ മുഖ്യമന്ത്രി എത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് തീരും മുമ്പുള്ള 3-4 ദിവസങ്ങളിൽ മാത്രമാണ് മണ്ഡലത്തിൽ അദ്ദേഹം കാണുക. ധർമ്മടത്തെത്തിയാൽ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രമല്ല, ഈ ധർമ്മടംകാരുടെ MLA കൂടിയാണ്. എൻ്റെ തൊട്ടുപുറയിൽ കാണുന്നത്, ഈ തൊട്ടുപുറയിൽ കാണുന്ന കൺവെൻഷൻ സെന്ററിൽ അതിൻ്റെ ഓഫീസാണ്. അദ്ദേഹത്തിൻ്റെ ബോർഡാണ് ഈ കാണുന്നത്. MLA ധർമ്മടം@gmail.com എന്ന ഇമെയിൽ വിലാസമുണ്ട്. MLAയുടേതായി പിണറായി വിജയൻ്റെ MLA പദവിയിലേക്കുള്ള ഇമെയിൽ വിലാസം കൂടിയാണ്. ജനങ്ങൾക്ക് പരാതി അയക്കാം, പരിഭവങ്ങൾ പങ്കുവെക്കാം. അങ്ങനെ ധർമ്മടത്തിൻ്റെ MLA ആയ പിണറായി വിജയൻ്റെ ഇവിടുത്തെ മുഖ്യമന്ത്രി നിലയിൽ തിരക്ക് കാരണമുള്ള അസാന്നിധ്യം അത് ഒരു സാന്നിധ്യമാക്കി മാറ്റാനുള്ള എല്ലാ പ്രവർത്തനങ്ങളിലുമാണ് ഇപ്പോൾ പാർട്ടി നേതാക്കളും അണികളും മറ്റുമുള്ളത്. വലിയ പ്രചണ്ഡമായ പ്രചരണ പ്രവർത്തനങ്ങൾ ധർമ്മടത്തുടനീളമുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രത്യേകതയാണ്. സുമേഷ് മൊറാനയ്ക്കൊപ്പം രഞ്ജിത്ത് രാമചന്ദ്രൻ, പിണറായി. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നത് നടനും സംവിധായകനുമായ രഞ്ജിത്തിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. 14 ദിവസത്തേക്കാണ് രഞ്ജിത്തിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. രഞ്ജിത്തിനെ മജിസ്ട്രേറ്റിൻ്റെ വസതിയിൽ നിന്ന് ഇപ്പോൾ എറണാകുളം സബ് ജയിലിലേക്ക് കൊണ്ടുപോകും എന്നുള്ള വിവരങ്ങൾ കൂടിയാണ്. അങ്ങനെ പീഡനക്കേസിൽ ഒടുവിൽ രഞ്ജിത്ത് ജയിൽ അഴികൾക്കുള്ളിലാകുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടിയുണ്ട്. മോഡുലാർ ഇന്റീരിയർ മാനുഫാക്ചർ അസോസിയേഷൻ മിമയുടെ സംസ്ഥാന ആനുവൽ ജനറൽ കോൺഫറൻസ് എറണാകുളത്ത് നടന്നു. മൻസൂർ എംബ്രസ് ഹോട്ടലിൽ നടന്ന സമ്മേളനത്തിൽ വ്യവസായ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ TS ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ നിരവധി വ്യവസായ സ്ഥാപനങ്ങളുണ്ടെങ്കിലും ഇത്തരം കൂട്ടായ്മകൾ കുറവാണെന്ന് TS ചന്ദ്രൻ പറഞ്ഞു. മിമ സംരംഭകർക്ക് മാതൃകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംസ്ഥാന അധ്യക്ഷൻ ഷൈജു ജോണിന്റെ നേതൃത്വത്തിൽ പുതിയ ഭരണസമിതി അംഗങ്ങളെ തെരഞ്ഞെടുത്തു.
ന്യൂസ് 18 സ്പെഷ്യൽ ഡേയിലേക്ക് പോകണം. പാലക്കാട് ചിറ്റൂരിൽ ലീലാമന്ദിരത്തിൽ വിജയൻ ലീല ദമ്പതികളുടെ 35ാം വിവാഹ വാർഷിക ആഘോഷമാണ് ഇന്ന്. ഞങ്ങളുടെ പ്രോഗ്രാം പ്രൊഡ്യൂസർ മേഘയുടെ മാതാപിതാക്കളാണ്. എല്ലാ ആശംസകളും ന്യൂസ് 18 ഭാഗത്തു നിന്നും വിജയനും ലീലയ്ക്കും നൽകുന്നു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.